Good evening friends, welcome back to our YouTube channel Cascade of Maths. So ഇന്നത്തെ വീഡിയോ UP Maths ക്വിസിൻ്റെ 4ാമത്തെ പാർട്ടാണ്. സോ ഈ വീഡിയോയിൽ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ചെയ്യിച്ച പോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യിക്കുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസും വീഡിയോസും സ്കിപ്പ് ചെയ്യാതെ തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ കാണുക. ആൻഡ് കാണുമ്പോൾ നോട്ട്ബുക്കും പെന്നും പെൻസിലും എടുത്ത് വെച്ച് കാണുന്നതിൻ്റെ കൂടെ ചെയ്ത് തന്നെ പോകുക. ഓക്കെ അല്ലേ? സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. 6 × 6 ആകെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. നമുക്ക് ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ അറിയാല്ലേ. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സംഖ്യകൾ അവരുടെ പ്രൈം നമ്പേഴ്സിൻ്റെ, അതായത് പ്രൈം ഫാക്ടേഴ്സിൻ്റെ രൂപത്തിലാണോ നോക്കണം. ഇവിടെ 6 × 6 × 6 ആണ്. അവർ പ്രൈം നമ്പേഴ്സിലല്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രൈം നമ്പേഴ്സിലോട്ട് മാറ്റാം. അപ്പോൾ 6നെ നമ്മൾ പ്രൈം നമ്പേഴ്സ് ആക്കി എഴുതുമ്പോൾ നമുക്കറിയാം 2 × 3 ആണെന്നറിയാം. 2 × 3 ആണ് 6 എന്നറിയാം. ഇവിടെ നമ്മുടെ ചോദ്യവും 6 × 6 × 6 എന്നാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഇതിനെ പ്രൈം ഫാക്ടേഴ്സിൻ്റെ രൂപത്തിൽ എഴുതപ്പോൾ എങ്ങനെ എഴുതാം? 2 × 3 × 2 × 3 × 2 × 3 3 വട്ടം 2 × 3 എന്ന് എഴുതണം അല്ലേ. എന്തുകൊണ്ട്? 6 × 6 × 6 ആയതുകൊണ്ട്. ഇനി നിങ്ങൾ നോക്കിക്കേ, 2നെ പ്രത്യേകിച്ചും 2നെ പ്രത്യേകിച്ചും ഗ്രൂപ്പാക്കി എഴുതാം. എത്ര രണ്ടുകളുണ്ട്? 1 2 3 3 രണ്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ പവേഴ്സ് വെച്ച് എഴുതും? 2⁻3 എന്ന് എഴുതും അല്ലേ. ഇൻറ്റു ഇനി 3 എത്ര പേരുണ്ട്? 3 പേരുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതും? 3⁻3 ആണല്ലോ. ഇനി നമുക്ക് ഒരു തന്നിരിക്കുന്ന നമ്പറിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എങ്ങനെയാണ്? ഇവരുടെ ഓരോരുത്തരുടെയും പവറിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും ആണല്ലോ. 2ൻ്റെ പവർ എത്രയാണ്? 3. ഇതിൻ്റെ കൂടെ എത്ര കൂട്ടും? 1 കൂട്ടും അല്ലേ. എന്നിട്ട് ഇൻറ്റു ചെയ്യും. ആരുടെ കൂടെ? അടുത്ത സംഖ്യയുടെ പവറിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് അടുത്ത സംഖ്യ 3. 3ൻ്റെ പവർ 3 + 1 അല്ലേ. അപ്പോൾ 3 + 1 4 ഇൻറ്റു 3 + 1 4. അപ്പോൾ 4 × 4 16 എന്താണ്? ഫാക്ടേഴ്സ് ആണുള്ളത്. അപ്പോൾ എന്താണ്? ഇവിടെ നോക്കിക്കേ, 6 × 6 × 6ന് 16 ഘടകങ്ങൾ ഉണ്ടല്ലേ. എത്ര ഘടകങ്ങളുണ്ട്? 16 ഘടകങ്ങളുണ്ട്. ഓക്കെ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. 1 മുതൽ 7 വരെയുള്ള അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ നിർമ്മിക്കാൻ കഴിയുന്ന 3 അക്ക സംഖ്യകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര അക്കങ്ങളാണ്? 1 തൊട്ട് 7 വരെ ആണല്ലോ. അതായത് 1 2 3 4 5 6 7 ഈ 7 അക്കങ്ങൾ കൊണ്ട് നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യാണ്ട് വരുന്ന 3 ഡിജിറ്റുള്ള എത്ര നമ്പേഴ്സ് നമുക്ക് മേക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് ഇവരുടെ ചോദ്യം. ഇത് എളുപ്പത്തിന് ചെയ്യുന്നൊരു വഴിയുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ എന്ത് ചെയ്യണം? 1 തൊട്ട് 7 വരെ എന്ത് ചെയ്യണം? ഇൻറ്റു ഇട്ട് എഴുതണം. അതായത് 1 × 2 × 3 × 4 × 5 × 6 × 7. ഇനി ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണമെന്നറിയോ? എത്ര ഡിജിറ്റ് എന്നാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ളത് അതിൽ നിന്ന് എത്ര ഡിജിറ്റുള്ള നമ്പറാണ് നമുക്ക് വേണ്ടതെന്ന്. അതായത് നമുക്ക് മൊത്തം തന്നിട്ടുള്ള 7 ഡിജിറ്റ്, ആ 7 ഡിജിറ്റിൽ നിന്ന് വേണമല്ലോ നമ്മൾ നമ്പർ എടുക്കാൻ. ആ 7 ഡിജിറ്റിൽ നിന്ന് എന്ത് ചെയ്യണം? ആ 7 എണ്ണത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? എത്ര ഡിജിറ്റുള്ള നമ്പറാണോ പ്രിപ്പയർ ചെയ്യുന്ന ആ ഡിജിറ്റ് കുറയ്ക്കണം. ഇപ്പോൾ ഇവിടെ 1 തൊട്ട് 7 വരെ ആകുമ്പോൾ നമുക്ക് 7 നമ്പേഴ്സ് കയ്യിലുണ്ട്, 7 ഡിജിറ്റ് കയ്യിലുണ്ട്. ആ 7ൽ നിന്ന് നമുക്ക് 3 ഡിജിറ്റുള്ള നമ്പറാണ് കണ്ടുപിടിക്കാനുള്ളത്. 7ൽ നിന്ന് 3 കുറയ്ക്കണം. 7ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 4. ആ 4നെ എങ്ങനെ എഴുതണം? 1 × 2 × 3 × 4 എന്ന് എഴുതണം. ഓക്കെ, ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ 1 × 2 × 3 × 4 ഈ 1 × 2 × 3 × 4 ക്യാൻസൽ ആയിപ്പോവും ആണല്ലോ. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 5 × 6 × 7 എന്ന് കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്ന ഉത്തരം ആയിരിക്കും നമ്മുടെ ആൻസർ. നോക്കിക്കേ, 5 × 6 30 × 7. നമുക്കറിയാം 7 × 3 21 ആണ്. പിന്നെ ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ 210.
അപ്പോൾ 1 തൊട്ട് 7 വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ച് 3 ഡിജിറ്റുള്ള 210 നമ്പേഴ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ഈസി മെത്തേഡാണ്. ഇതിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ അതിന് ആരൊക്കെ കാണും? ഒരു 100 പ്ലേസ് കാണും, ഒരു 10s പ്ലേസ് കാണും, ഒരു 1s പ്ലേസ് കാണും. ആണല്ലോ, ഒരു 3 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 100, 10s, 1s 3 പ്ലേസും കാണും. ഇനി നിങ്ങൾ നോക്കിക്കേ, 7 വരെയുള്ള ഡിജിറ്റ് ഉപയോഗിച്ചാണ് നമ്മളിത് ഈ നമ്പേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടതും ഡിജിറ്റുകൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാനും പാടില്ല. ആണല്ലോ, അതായത് ഒരു ഡിജിറ്റിൽ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലെന്നാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ 100th പൊസിഷനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. 100th പൊസിഷനിൽ ഏതൊക്കെ നമ്പർ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നമുക്ക് 1 തൊട്ട് 7 വരെ നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് ഈ 7 നമ്പേഴ്സും നമുക്ക് 100th പ്ലേസിൽ ഉപയോഗിക്കാൻ പറ്റും. ആണോ അല്ലേ? 7 നമ്പേഴ്സും ഈ 100th പ്ലേസിൽ ഉപയോഗിക്കാം. അപ്പോൾ 100th പ്ലേസിൽ വരാൻ പറ്റുന്ന സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് 1 തൊട്ട് 7 വരെയാണ്. അപ്പോൾ 7 നമ്പർ ചാൻസസ് ആണ് ഇവർക്കുള്ളത്. അപ്പോൾ 100th പ്ലേസിന് നമ്മൾ കൊടുത്തു. ഈ 7ൽ ഏത് നമ്പർ വേണോ അവിടെ വരാം. ഇനി 7ൽ ഏത് നമ്പർ വേണോ വരാമെന്ന് വെച്ചാൽ നമ്മളിനി അടുത്ത 10s പ്ലേസിലോട്ട് പോകുമ്പോൾ അവിടെ 7 എണ്ണവും കൊടുക്കാൻ പറ്റില്ല. കാര്യം ഒരെണ്ണം നമ്മൾ 100ൽ വെച്ചിട്ടാണ് 10s വരുന്നത്. അപ്പോൾ 10s എത്ര പേര് കാണും? 7ൽ നിന്ന് ആ 100ൽ വെച്ച ഒരാളെ നമ്മൾ കുറയ്ക്കും. അപ്പോൾ 6 പേര്. അപ്പോൾ 10s നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ചാൻസ് 6 ചാൻസ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. 6 രീതിക്ക് നമുക്ക് 10s കൊടുക്കാൻ പറ്റും. ആണല്ലോ, ഇനി 10s നമ്മൾ ഒരാളെ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നാണ് 10s ഒരാളെ നമ്മൾ 10s പൊസിഷനിൽ ഒരാളെ പിടിച്ചിരുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന 1s പ്ലേസിലോട്ട് പോകുന്നത്. 1s പ്ലേസിലോട്ട് പോകുമ്പോൾ എന്താണ്, ഈ 10s പ്ലേസിൽ ഉണ്ടായിരുന്ന 6 ചാൻസിൽ നിന്ന് അവിടെ ഇരുത്തിയ ഒരാളെ അങ്ങ് കുറയ്ക്കും. ഒരാളെ കൊണ്ടല്ലല്ലോ പോകുന്നത്, അയാൾ അവിടെ ഇരുത്തിയിട്ടല്ലേ പോകുന്നത്. അപ്പോൾ ആ ഒരാളെ കുറയ്ക്കുമ്പോൾ എന്താണ്, 6 - 1 5 ചാൻസ് അല്ലേ. അപ്പോൾ 1s പൊസിഷനിൽ നമുക്ക് 5 ചാൻസ് വീതം കൊടുക്കാൻ പറ്റും. ഇനി നോക്കിക്കേ, അപ്പോൾ 100th പൊസിഷനിൽ 7 ചാൻസ് പോലെയും 7 രീതിക്കും, 10s പ്ലേസിൽ 6 രീതിക്കും, 1s പ്ലേസിൽ 5 രീതിക്കും. ഇനി ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ്? ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ 7 × 6 × 5 എന്ന് വരും. അപ്പോൾ 7 × 6 × 5 30. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, 7 × 3 21, പിന്നെ ഒരു 0, അപ്പോൾ 210. അപ്പോൾ എന്താണ്, 1 തൊട്ട് 7 വരെയുള്ള എന്താണ് ഡിജിറ്റ്സ് വെച്ചിട്ട് നമുക്കൊരു 3 അക്ക സംഖ്യ എത്ര എണ്ണം ഉണ്ടാക്കാം? 210 നമ്പേഴ്സ് നമുക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം, 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ 3ാമത്തെ ചോദ്യം നോക്കിക്കേ. 1/2 ഈസ് ഈക്വൽ ടു 0.5 എങ്കിൽ 1/0.0002 എത്ര എന്നാണ് ചോദ്യം. നമുക്ക് എഴുതാം. 1/2 എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത്? 0.5 എന്നാണ്. എങ്കിൽ ഏതാ കണ്ടുപിടിക്കേണ്ടത്? 1/0.0002. എത്ര പോയിന്റ് വ്യത്യാസം? 4 പോയിന്റ് വ്യത്യാസം ഉണ്ടല്ലേ. 4 പോയിന്റ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ 1/10,000 വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഈ 4 പോയിന്റ് മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യണം? ഇൻറ്റു 10,000 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. അത് നമുക്കറിയാമല്ലോ. നമുക്കപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റു 10,000, താഴെയും ഇൻറ്റു 10,000. ഓക്കെ അല്ലേ. ഇത് മൾട്ടിപ്ലൈ ചെയ്യപ്പോൾ എങ്ങനെ മാറും? ഈ മുകളിലത്തെ 10,000 അതുപോലെ നിൽക്കും അല്ലേ. 10,000 ഇൻറ്റു ഈ 10,000 ഈ താഴത്തെ 0.0002 കൂടെ ചേരുമ്പോൾ ആ സീറോസ് എല്ലാം പോയിട്ട് എന്തായി വരും? 1/2 ആയി വരും. ആണല്ലോ, 1/2 ആയി. ഇനി നിങ്ങൾ നോക്കിക്കേ, 1/2 വാല്യൂ 0.5 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 10,000 ഇൻറ്റു 0.5 എന്ന് എഴുതിക്കൂടെ? നിങ്ങൾക്കറിയാം 0.5 എന്ന് പറയുന്നത്, ഈ 0.5 എന്ന് പറയുന്നത് 5/10 ആണെന്നറിയാമല്ലോ. 5നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഈ 0.5 പോയിന്റ് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് ഈ 10,000-നെ എങ്ങനെ എഴുതാം? 10 ഇൻറ്റു 1000 എന്ന് എഴുതാം. ഇൻറ്റു 0.5 ഇങ്ങനെ നമുക്ക് എഴുതാമല്ലോ. എങ്കിൽ ഈ നോക്കിയേ, ഈ 0.5ഉം ഈ 10ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 5 ആയി മാറി അല്ലേ. അവിടുത്തെ പോയിന്റ് പോയി. ഇനി എത്ര ബാക്കിയുണ്ട്? ഇൻറ്റു 1000.
ഇൻറ്റു 1000. ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു 1000 5000. ഓക്കെ അല്ലേ? ഇതാണ് ഇതിൻ്റെ മെയിൻ കറക്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ എന്താണ് ഈ സ്റ്റെപ്പ് വെച്ചിട്ടും ഈ സ്റ്റെപ്പ് വെച്ചിട്ടും നമുക്കിത് ഒറ്റയടിക്ക് 5000 എന്ന് എഴുതാം. എങ്ങനെയാണ്? 10000 ഇൻറ്റു 0.5 എന്ന് പറയുന്നത് എന്താണ്? 5 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മൾ 4 പൂജ്യം ഇട്ട് കൊടുക്കും. എന്നിട്ട് ഒരു പൂജ്യത്തിൻ്റെ അവിടെ പോയിന്റ് മാറ്റിക്കുത്തും. അപ്പോൾ ആൻസർ 5000. ഇവിടെ വെച്ചും ചെയ്യാം. ഇത് ഞാൻ കൃത്യം ഇത് എങ്ങനെ പോയി എന്നുള്ള വേ കാണിച്ചതാണ്. ഫൈൻ, ഓൾ ഗുഡ്. നമുക്ക് എന്ത് ചെയ്യാം? 4ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ അത് 4ാമത്തെ ചോദ്യം നോക്കിക്കേ. സമയം 12:15 ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലെ കോണളവ് എത്ര എന്നാണ് ചോദ്യം. ഇതാണ് നമ്മുടെ ക്ലോക്കും. ക്ലോക്കിൽ 12:15. 12:15 പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്താണ്? മിനിറ്റ് സൂചി കൃത്യം 3-ലും മണിക്കൂർ സൂചി 12-1-ൻ്റെയും ഇടയ്ക്കായിട്ട് വരും. ഇടയ്ക്കെന്ന് വെച്ചാൽ 12 ഒരു ശകലം മാറിയിരിക്കും ആണല്ലോ. എങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഒരു മണിക്കൂറിൽ നമുക്കറിയാം 1 മണിക്കൂറിൽ 30 ഡിഗ്രി ഉണ്ടെന്ന് നമുക്കറിയാം. അതായത് ഈ 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ 12-നും 1-നും അല്ലെങ്കിൽ 1-നും 2-നും ഓരോ മണിക്കൂറിൻ്റെ ഗ്യാപ്പിലും, അതായത് ഓരോ ഡിവിഷൻ്റെ ഇടയിലും 30 ഡിഗ്രി വീതം ഉണ്ടെന്നറിയാം. അതെങ്ങനെയെന്ന് നമുക്കറിയാലോ. ഒരു ക്ലോക്ക് എന്ന് പറയുമ്പോൾ ഒരു സർക്കിളാണ്. അതിൻ്റെ എന്താണ്? ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ എപ്പോഴും 360 ഡിഗ്രിയാണ്. ഇതിൽ എത്ര ഡിവിഷൻസ് ഉണ്ട്? 12 ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 12 30. അങ്ങനെയാണ് ഓരോ മണിക്കൂറും ഓരോ ഡിവിഷനാണ്. അപ്പോൾ ഓരോ മണിക്കൂറിലും 30 ഡിഗ്രി വീതമുണ്ട്. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ മിനിറ്റ് സൂചി എവിടെയാണ്? 3-ലാണ് ഇരിക്കുന്നത്. അതായത് 15 ആണല്ലോ, 15-ലാണ് ഇരിക്കുന്നത്. 3-ലിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ 12-നും ഈ 3-നും ഇടയിൽ എത്ര ഡിവിഷൻസ് ഉണ്ടെന്ന് നോക്കിക്കേ. 1 2 3 ഡിവിഷൻസ് ഉണ്ട് ആണല്ലോ, 3 ഡിവിഷൻ. അപ്പോൾ 12-നും 3-നും ഇടയിൽ 3 ഡിവിഷൻ. 3 ഡിവിഷൻ എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു ഓരോ ഡിവിഷനും എത്ര ഡിഗ്രി വീതമാണ്? 30 ഡിഗ്രി ആണല്ലോ. അപ്പോൾ 3 ഇൻറ്റു 30 ഡിഗ്രി ഉണ്ട് 90 ഡിഗ്രി. അതായത് ഈ 12-നും 3-നും ഇടയ്ക്ക് 90 ഡിഗ്രി ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ. ഇനി ഇത് മിനിറ്റ് സൂചിയുടെ കഥയാണ്. ഇനി ഈ മണിക്കൂർ സൂചിക്ക് എത്ര ഡിഗ്രിയാണ് മാറിയെന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യും? 12-ൽ നിന്ന് കുറച്ച് റൈറ്റിലോട്ട് മാറിയാണ് ഇരിക്കുന്നത്, എന്നാൽ മിഡിൽ പോയിന്റിലും അല്ല. അതെങ്ങനെയെന്നറിയും? ഓരോ 1 മിനിറ്റിലും നമ്മുടെ മണിക്കൂർ സൂചി നീങ്ങുന്നത് 1/2 ഡിഗ്രിയാണ്. ഓരോ 1 മിനിറ്റിലും മണിക്കൂർ സൂചി 1/2 ഡിഗ്രി വീതം നീങ്ങും. എത്ര ഡിഗ്രി നീങ്ങും? 1/2 ഡിഗ്രി വീതം നീങ്ങും ആണല്ലോ. അപ്പം നമുക്കിവിടെ എത്രയാണ് മൂവ് ചെയ്തിട്ടുള്ളത്? 15 മിനിറ്റ് ആണ് മൂവ് ചെയ്തിട്ടുള്ളത് ആണല്ലോ. എത്ര മിനിറ്റ്? 15 മിനിറ്റ്. 15 മിനിറ്റ് വെച്ച് എത്ര ഡിഗ്രിയാണ് മൂവ് ചെയ്ത? 1/2 ഡിഗ്രി വീതം. 1/2 ഡിഗ്രി വീതം. അപ്പം 15 ഇൻറ്റു 1/2. അപ്പം 15 ഇൻറ്റു 1/2 നമുക്ക് ചെയ്യപ്പോൾ 7.5 ഡിഗ്രി. എത്രയാണ്? 7.5 ഡിഗ്രിയാണ് മണിക്കൂർ സൂചി മൂവ് ചെയ്തിട്ടുള്ളത്. ഇവർക്കിടയിലെ വ്യത്യാസം കാണാൻ എന്ത് ചെയ്താൽ മതി? 90 ഡിഗ്രി മൈനസ് 7.5 ഡിഗ്രി ചെയ്താൽ മതി. 90 മൈനസ് 7 83. 83 നിന്ന് 1/2 പോയാൽ 82.5 ഡിഗ്രി. അപ്പോൾ 12:15 എന്ന് പറയുന്ന സമയത്തിൻ്റെ മിനിറ്റ് സൂചിയുടെയും മണിക്കൂർ സൂചിയുടെയും ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 82.5 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പം നമ്മുടെ 5ാമത്തെ ചോദ്യം നോക്കുക. ഒരു ദിവസത്തിൻ്റെ എത്ര ശതമാനമാണ് 360 മിനിറ്റ് എന്നാണ് ചോദ്യം. അപ്പോൾ എത്ര മിനിറ്റാണ്? 360 മിനിറ്റ്. നിങ്ങൾ പറഞ്ഞ ഈ 360 മിനിറ്റ് എത്ര മണിക്കൂറാണ്? മണിക്കൂർ കാണാൻ മിനിറ്റിന് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. എത്ര ഉണ്ട്? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 60. 0 6 കൊണ്ട് 6 വട്ടം. അപ്പോൾ എന്താണ്? 6 മണിക്കൂറാണ്. എത്ര മണിക്കൂറാണ്? 6 മണിക്കൂറാണ് അല്ലേ. അപ്പോൾ ഇതെന്താണ്? ഈ 360 മിനിറ്റ് ഒരു ദിവസത്തിൻ്റെ എത്ര ശതമാനമാണ്? ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂർ. അപ്പോൾ 24-ൽ 360 മിനിറ്റ് എന്ന് പറയുന്നത് 6 മണിക്കൂറാണ്. അപ്പോൾ 24-ൽ 6 ഇൻറ്റു ശതമാനം ചെയ്യുമ്പോൾ 100 ആണ് അല്ലേ. 6 4 24 ആണ്. അപ്പോൾ നമുക്കിത് 6 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ബൈ 4. ഇനി
100ഉം 4ഉം വെച്ച് നോക്കുകയാണെങ്കിൽ 4 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. എത്ര വട്ടം? 25 വട്ടം. അപ്പോൾ എത്രയാണ് നമ്മുടെ ഉത്തരം? 25%. അപ്പോൾ 360 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസത്തിൻ്റെ 25%. ഓക്കെ അല്ലേ? നമുക്കിനി 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 6ാമത്തെ ചോദ്യം നോക്കിക്കേ. ഒരു സംഖ്യയുടെ 33ഉം 1/3 എന്ന് പറയുന്നത് 180 എങ്കിൽ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. നമുക്കറിയാം 33ഉം 1/3 എന്ന് പറഞ്ഞാൽ അത് 3/1. അത് 3/1. ഓക്കെ, അപ്പോൾ ഒരു സംഖ്യ, ഏതോ ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ എക്സ്, അതിൻ്റെ 33ഉം 1/3 എന്ന് പറയുമ്പോൾ ആ സംഖ്യയുടെ 3/1 എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാം. എക്സ് ഇൻറ്റു 33ഉം 1/3 എന്ന് പറയുന്നത് എത്രയാണ്? 180 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 33ഉം 1/3 എന്ന് പറയുന്നത് 3/1. അപ്പോൾ സംഖ്യയുടെ 3/1 എന്ന് പറയുന്നത് 180. അപ്പോൾ സംഖ്യ എന്ന് പറയുന്നത് ഈ 3/1 നമ്മൾ 150ൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 3 ആവും. അപ്പോൾ 150 ഇൻറ്റു 3. അപ്പോൾ നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത് 150 ഇൻറ്റു 3 450. അപ്പോൾ 450ൻ്റെ 33ഉം 1/3 180. ഇതിങ്ങനെ നമുക്ക് ചിന്തിക്കാം. നമുക്കറിയാം 33ഉം 1/3 എന്ന് പറയുന്നത് 3/1. അപ്പോൾ ഏതോ ഒരു സംഖ്യയുടെ 3/1 180 എങ്കിൽ ആ സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ മുഴുവൻ സംഖ്യ എന്ന് പറയുന്നത് 150ൻ്റെ 3 മടങ്ങായിരിക്കും. ആണല്ലോ, 180ൻ്റെ 3 മടങ്ങ്. 180ൻ്റെ 3 മടങ്ങ് 480. ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം. എങ്ങനെയാണ്? സിമ്പിളായിട്ട് ചിന്തിച്ചാൽ ഏതോ ഒരു സംഖ്യയുടെ 3/1 എന്ന് പറയുന്നത് 180. അപ്പോൾ ആ ഒരു സംഖ്യ മുഴുവൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു സംഖ്യ മുഴുവൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആ 180ൻ്റെ 3 മടങ്ങ്. അപ്പോൾ 150 ഇൻറ്റു 3 ചെയ്താലും മതി, 480. ഇതാണ് ഇതിൻ്റെ സിമ്പിൾ വേ. ഇതെങ്ങനെയാണ് അത് വന്നതെന്നുള്ളത്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 7ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 7ാമത്തെ ചോദ്യം നോക്കിക്കേ. ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ 5 ടീമുകൾ പങ്കെടുക്കുന്നു. പ്രാഥമിക റൗണ്ടിൽ എല്ലാ ടീമുകളും പരസ്പരം മത്സരിക്കുന്നു എങ്കിൽ ആകെ മത്സരങ്ങളുടെ എണ്ണം എന്നാണ് ചോദ്യം. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ഹാളിൽ കുറേ ആൾക്കാർ നിൽക്കുന്നു, അവർ തമ്മിൽ ഹസ്തദാനം കൊടുക്കുന്നു എന്നുള്ള ചോദ്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ചോദ്യമാണ്. അതേ മെത്തേഡാണ് ഇതിൽ ചെയ്യുന്നത്. ആ ചോദ്യം എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ. അപ്പോൾ ആ ചോദ്യം നമ്മൾ ചെയ്യുന്നത് n ഇൻറ്റു n-1/2 എന്നാണ് ചെയ്യുന്നത്. n എന്ന് പറയുന്നത് എന്താണ്? ഇവർ തന്നിരിക്കുന്ന സംഖ്യ. ഈ ചോദ്യത്തിൽ ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ 5 ടീമുകൾ പങ്കെടുക്കുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ n എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5 ഇൻറ്റു 5-1/2 എന്ന് പറയുന്നത് 5 ഇൻറ്റു 4/2. 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്രയാണ്? 5 ഇൻറ്റു 2. മൊത്തം എത്ര മത്സരങ്ങളിലുണ്ട്? 10 മത്സരം. ആകെ മത്സരങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. എത്രയാണ്? 10 ആണ്. ഓക്കെ അല്ലേ കൂട്ടുകാരെ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 7 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ചെയ്യിച്ചിട്ടുള്ളത്. ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുള്ള 3 വീഡിയോസ് നിങ്ങൾ കാണണം. വീഡിയോ കാണുമ്പോൾ ചെയ്ത് തന്നെ വീഡിയോ കാണണം. ഓക്കെ, വെറുതെ കണ്ടു കളയരുത്. ചോദ്യങ്ങൾ ഓരോന്ന് വരപ്പോഴും നിങ്ങൾ സ്വയം സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഒന്നുകൂടെ ചെയ്ത് നോക്കുക. ഓക്കെ, ഈ വീഡിയോസ് മാത്രമല്ല, ക്വസ്റ്റ്യൻസ് വേറെയും പല എക്സാംസിന് പോലുള്ള ക്വസ്റ്റ്യൻസ് കേട്ടിട്ടുണ്ട്. അതും കൂടെ ഒക്കെ നിങ്ങൾ കാണുക, മെത്തേഡ്സ് മനസ്സിലാക്കുക. ആ മെത്തേഡ്സ് വെച്ചിട്ട് നിങ്ങളുടെ കാൽക്കുലേഷൻസ് സ്പീഡപ്പ് ചെയ്യാൻ നോക്കുക. പിന്നെ ഞാൻ കുറേ ഷോർട്സും ഇട്ടിട്ടുണ്ട്. ആ ഷോർട്സിലൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ്സ്, ഷോർട്ട് കട്ട് ട്രിക്സ് മെത്തേഡ്സ് പോലെയാണ് ഞാൻ പറഞ്ഞു പോയിട്ടുള്ളത്. ആ ഷോർട്സും ഒക്കെ ഒന്ന് നിങ്ങൾ എക്സാമിന് മുന്നേ ആയിട്ട് കാണുക. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്ത് ചെയ്യും? ഇനിയും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണും വരെ ടാ, ബൈ ബൈ. ആൻഡ് പിന്നെന്താണ്, മറക്കരുത്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. സോ ബൈ ബൈ.